പ്രൈസ് ദി ലോർഡ്. യേശുനാമത്തിൽ എല്ലാവർക്കും സർവ്വനന്മകളും ഉണ്ടാകട്ടെ. മത്തായിയുടെ സുവിശേഷത്തിൽ നിന്ന് തന്നെ 7-ാമത്തെ അധ്യായത്തിന്റെ 24 മുതൽ 27 വരെയുള്ള ഭാഗങ്ങൾ, രണ്ട് വ്യത്യസ്ത സ്ഥലങ്ങളിലായി വീട് പണിത രണ്ട് തരം മനുഷ്യരെ നമുക്കവിടെ കാണാൻ പറ്റും. പാറമേൽ വീട് പണിതതും മണലിന്മേൽ വീട് പണിതതും. വചനം കേട്ട് അനുസരിക്കുന്നയാൾ പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനായിട്ടാണ് ഉപമിച്ചിരിക്കുന്നത്. വൻമഴ പെയ്തു, നദികൾ പൊങ്ങി, കാറ്റടിച്ചു, ആ വീട്ടിന്മേൽ അലച്ചു. അത് പാറമേൽ അടിസ്ഥാനമുള്ളതാകിയാൽ വീണില്ല. എന്നാൽ വചനം കേൾക്കാതെ വചനത്തിന് അതീതമായി പോകുന്നയാൾ വീട് പണിതതാകട്ടെ മണലിന്മേൽ വീട് പണിത മനുഷ്യനോട് തുല്യനാകുന്നു. വൻമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ചു, ആ വീടിന്മേൽ അലച്ചു. അത് വീണു. അതിന്റെ വീഴ്ച വലിയതായിരുന്നു. അതായത് മഴ ചൊരിഞ്ഞതും കാറ്റടിച്ചതും എല്ലാം രണ്ട് വീട്ടിലും ഒരുപോലെയായിരുന്നു. ഒരു വീടിന്റെ അടിസ്ഥാനം ഉറപ്പുള്ളതായതിനാൽ അത് വീഴാതെ നിന്നു. മറ്റേ വീടിന്റെ അടിസ്ഥാനം ദുർബലമായതിനാൽ അത് പിടിച്ചു നിൽക്കാൻ കഴിയാതെ വീണുപോയി. എന്ന് പറഞ്ഞാൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും കടന്നു വരുന്ന എല്ലാവരുടെയും ജീവിതത്തിൽ ഒരുപോലെയായിരിക്കും. എന്നാൽ വചനം കേട്ടനുസരിച്ച് വചനത്തിൽ വേരൂന്നി ജീവിക്കുന്നവർക്ക് ആ വചനം അവരെ ബലപ്പെടുത്തുകയും ശക്തീകരിക്കുകയും ചെയ്യും. ഞാൻ മുമ്പിലത്തെ വീഡിയോയിൽ പറഞ്ഞു, ക്രിസ്തു എന്ന് ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊന്നിടുവാൻ ആർക്കും കഴിയുകയില്ല എന്ന്. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനത്തിന്റെ 3:11 ഈ വചനം. നമ്മുടെ പാറ ക്രിസ്തുവാണ്. സങ്കീർത്തനം 62-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം, അവൻ തന്നെ എൻ്റെ പാറ. നമ്മളെ ക്രിസ്തു എന്ന പാറയിൽ അടിസ്ഥാനമിട്ടിരിക്കുന്നു. എൻ്റെ ഉറപ്പുള്ള പാറ, നമ്മുടെ ഉറപ്പുള്ള പാറ. അതുകൊണ്ടാണ് വചനത്തിൽ വേരൂന്നി ജീവിക്കുന്നവരുടെ ജീവിതത്തിലേക്ക് പ്രശ്നങ്ങൾ കടന്നു വന്നാലും പ്രതിസന്ധികൾ ഉണ്ടായാലും അവർക്കതിനെ അതിജീവിക്കാൻ കഴിയും. എന്നാൽ വചനമില്ലാതെ, ദൈവവചനത്തിൽ ആശ്രയമില്ലാത്തവർക്ക് അവർ വീണുപോകുന്നു, നിലനിൽപ്പ് തന്നെ ഇല്ലാതെ പോകുന്നു. അതാണ് ഈ രണ്ട് വീടുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ മനസ്സിലാകുന്ന കാര്യം. ക്രിസ്തുവിൽ അടിസ്ഥാനമിട്ടിരിക്കുന്ന നമ്മളെ പ്രശ്നങ്ങളുടെ മധ്യത്തിൽ വാടി തളർന്നു പോകാതെ വചനത്തിന്റെ ശക്തിയാൽ അതിനെ അതിജീവിക്കാനും നിലനിൽക്കാനും ദൈവമായ കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ആമേൻ.